കമ്മ്യൂണിസ്റ്റുകാരിൽ ദൈവത്തിലും മതത്തിലുമൊക്കെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. മരണാനന്തരമുള്ള ജീവിതത്തിലും ജനനമരണ പുനഃചംക്രമണത്തിലുമൊക്കെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. എന്നാൽ പൊതുവെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും മൃതദേഹങ്ങളോട് ആദരവ് പുലർത്തും. അതൊരു ആർജിത സംസ്കാരമാണ്. എല്ലാ മതങ്ങളിലും മൃതദേഹങ്ങളോട് ആദരവ് പുലർത്തണമെന്ന സന്ദേശം അന്തർലീനമായിട്ടുണ്ട്. മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരും ആ സംസ്കാരത്തെ നിരാകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മരിച്ച വ്യക്തിത്വങ്ങളെ മരിച്ച ആ സമയത്ത് ഒരിക്കലും പുലഭ്യം പറയാറില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണം ഒരാളിൽ ദുഃഖമുണ്ടാക്കുന്നില്ലെങ്കിൽ സംസ്കാരമുള്ളവർ മൗനം പാലിക്കുകയാണ് പതിവ്. മരിച്ച വ്യക്തിയുടെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങളെ വിമർശന വിധേയമാക്കാൻ പിന്നെയും സമയമുണ്ട്. കേരളത്തിൻ്റെ വിപ്ലവേതിഹാസം സഖാവ് വി.എസ്. അച്യുതാനന്ദൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അതിമ്ലേച്ഛമായി പ്രതികരിച്ചവരുടെ മനോനിലയോർത്ത് സഹതപിക്കുന്നു. വി.എസിനെ അധിക്ഷേപിച്ചവരിൽ സംഘികളും കൊങ്കികളും മുലികളും ജമാഅത്തെ ഇസ്ലാമികളും മാപ്രകളും ഒക്കെയുണ്ട്. നോക്കൂ, ഒരാൾക്ക് രാഷ്ട്രീയമുള്ളതുകൊണ്ട് രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാകണമെന്നില്ല. ഒരാൾ മതം പഠിച്ചതുകൊണ്ട് അയാളിൽ മതസംസ്കാരം ഉണ്ടാകണമെന്നില്ല. ഒരാൾ പത്രപ്രവർത്തനം പഠിച്ചതുകൊണ്ട് മാധ്യമ സംസ്കാരം ഉണ്ടാകണമെന്നില്ല. വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് ഒരാൾക്ക് വിവരമോ വിവേകമോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു കണക്കിൽ ഈ സംസ്കാര രാഹിത്യം അത്തരത്തിലുള്ള ആളുകൾ പുറപ്പെടുവിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത്തരക്കാരിൽ ചിലരെയെങ്കിലും നമുക്ക് തിരിച്ചറിയാമല്ലോ.